നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല, അത്രയും ചെറിയ കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരുന്നത്. പൊട്ടിക്കുകയും ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തോ? ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവരിത് എടുത്തിട്ട് ഓടാൻ കഴിയില്ല, എന്താ വെച്ചാൽ വലിയ വെയിറ്റുള്ള സാധനങ്ങളാണ്, എടുത്തിട്ട് ഓടാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ അസഭ്യവർഷവും അവൻ പാഞ്ഞു വരുന്നതും കണ്ടപ്പോൾ ഈ സാധനം അവിടെ ഇട്ടിട്ട് ഓടിയപ്പോൾ അവൻ ചവിട്ടി പൊട്ടിക്കുകയാണ് അതിന് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടികളെ ഈ കാലിലേക്കൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. അതെ, കുട്ടികളെ ചെറിയ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കുട്ടികളുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ വീട്ടിലെ കുട്ടിക്ക് ഒരു ചെറിയൊരു ഒരു അപകടം പറ്റിയ സ്വാഭാവികം നമുക്ക് വിഷമമൊന്നുമല്ലോ, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായി മാറിയിരുന്ന ഈ നാട്ടിൽ RSSകാർ. സ്വന്തം വീട്ടിലും അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ ആ പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ നമുക്ക് ഫോട്ടോകളും കാണിക്കാൻ പറ്റില്ല, അത്രയും ചെറിയൊരു കുട്ടികൾ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടിരുന്നത്. ഈ കുട്ടികളെ ഈ ആളുകൾക്കിടയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയതിന് ശേഷമാണ് ഈ മർദ്ദിക്കുകയും ഇതൊക്കെ ചെയ്തത്. പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് റോട്ടിൽ നിന്നും ഉള്ളിലേക്കുള്ള പോക്കറ്റ് റോഡിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിൽ നിന്നും വീട്ടുകളിൽ നിന്ന് കിട്ടുന്ന 5-10 രൂപ വെച്ച് അവർ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുക. ഇതിലിപ്പോൾ അവർക്ക് ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം ഒന്നും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ വീടുകളിലും കയറാറുണ്ട്. അത്ര അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർക്ക് ഈ പ്രദേശം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന പ്രദേശമാണെന്നൊന്നും ആ കുട്ടികൾക്കറിയില്ല. എല്ലാ വീടുകളും കയറുന്ന അടിസ്ഥാനത്തിൽ അവിടെയും കയറിപ്പോയി. ഇതിലിപ്പോൾ ഒരാളാണ് അറസ്റ്റിലായിട്ടുള്ളത്, കൂടുതൽ പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നോ? കൂടുതൽ പേരുണ്ട് എന്നാണ് കുട്ടികൾ. പക്ഷേ ഈ കുട്ടികൾക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇപ്പോഴും അവർക്ക് ഈ ആളുകൾ ആരാണെന്ന് ഇവരുടെ പേരെന്താണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അവിടെ കണ്ടു നിന്ന ഒരാളാണ് ഇന്ന ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ഇന്നലെ പോലീസിനോട് പറഞ്ഞപ്പോഴാണ് കൃത്യമായി പോലീസ് അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ പരാതി കൊടുത്ത് 1 മണിക്കൂറിനകം തന്നെ അവരെ കസ്റ്റഡിയിലെടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ആക്രമിച്ചു, ബാൻഡ് പൊട്ടിച്ചു എന്നുള്ളതിനപ്പുറം ഒരു സ്പർദ്ധ ഉണ്ടാക്കൽ കൂടി അവരുടെ ലക്ഷ്യമാണോ? തീർച്ചയായും അതിൻ്റെ 2 ലക്ഷ്യം. അതായത് ഈ നാടിനകത്ത് സമാധാന അന്തരീക്ഷം കുറച്ച് കാലം നന്നായി പോകുന്നത്, ഇവിടെ ജാതി നോക്കിയാണ് ഇവരുടെ രാഷ്ട്രീയം നടത്തുന്നത്. അതായത് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് വേട്ടയാടുക എന്നാണ് അവരുടെ പ്രത്യേക താല്പര്യം. സ്ഥലം വാളയാറിലെ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച സ്ഥലവും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഒരു പഞ്ചായത്തിനകത്താണ്, ഏതാണ്ട് 6 കിലോമീറ്ററിൻ്റെ വ്യത്യാസമാണ്. ഈ നേതൃത്വ സ്ഥാനത്തിൽ ഇരിക്കുന്ന ആളുകളെല്ലാം, ഈ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പ്രദേശമാണ് ഈ വാളയാറും പുതുശ്ശേരിയും എല്ലാം. ഇവരുടെ നേതൃത്വം ഇത് കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെന്നല്ല, ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇവിടെ വേറെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടെ ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷത്തിലെ കുറച്ച് വോട്ടുകളെ കൃത്യമായി വേർതിരിച്ച് മാറ്റുന്ന ഒരവസ്ഥ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പ്രകോപനവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ പൊതുപ്രസ്ഥാനം എന്ന നിലയിൽ കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് സമീപനം പാലിച്ചപ്പോൾ ആ പ്രശ്നം അന്ന് തന്നെ അവിടെ നിന്ന് ഇല്ലാതായി എന്നുള്ളതാണ് ഉണ്ടായത്. ഈ കുട്ടികൾ മാത്രം അടങ്ങുന്ന ഒരു ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായും അവരെ പോലീസ് അന്വേഷിക്കുന്നതുമായാണ് അറിയുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.